അപ്പം സാധാരണ സീഷേഴ്സിന്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കൈയും കാലിട്ട് അടിക്കുന്നു, കണ്ണിങ്ങനെ മുകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ സ്തംഭിച്ചിരിക്കുന്ന പോലെ ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥ, നമ്മൾ വായിക്കൂടെ ഇങ്ങനെ പത പോലെ വരുന്നു, നാക്ക് കടിക്കുന്നു, ചിലപ്പം അറിയാതെ യൂറിൻ പാസ് ചെയ്യുന്നു. സീഷേഴ്സ് അല്ലെങ്കിൽ അപസ്മാരം അല്ലെങ്കിൽ ഫിറ്റ്സ് നമ്മളെ പലരെയും വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു രോഗലക്ഷണമാണ്. ഇത്തരം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ ഡോക്ടർ അരുണുമൻ, ന്യൂറോസർജനാണ്. അപസ്മാരം എന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിലെ ഞരമ്പുകളുടെ ഒരു ഓവർ ആക്ടിവിറ്റിയാണ്. അത് പല കാരണങ്ങളോളം വരാം. അത് ഇൻഫെക്ഷൻ കാരണം വരാം, ചിലപ്പോൾ വല്ല മുഴകൾ, ട്യൂമർ കാരണം വരാം, ബ്ലീഡിങ് കാരണം വരാം. അങ്ങനെ പല പ്രശ്നങ്ങളും കാരണം തലച്ചോറിന്റെ ഞരമ്പുകൾ ഓവർ ആക്റ്റീവ് ആകുമ്പോൾ വരുന്ന ഒരു രോഗലക്ഷണമാണ്. അപസ്മാരമുള്ള ഒരു പേഷ്യന്റ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഫിറ്റ്സ് അടിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ അപസ്മാരം പല തരത്തിലുണ്ട്. അത് ജനറലൈസ് ടോണിക് ക്ലോണിക് സീഷേഴ്സ് എന്ന് പറയും, അത് ശരീരം മൊത്തമായിട്ട് അടിക്കുന്നത്. പിന്നെ ഫോക്കൽ സീഷേഴ്സ്, അത് കൈയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ ചെറിയുടെ ഒരു ഭാഗം മാത്രം ഉള്ള രീതിയിലുണ്ട്. അങ്ങനെ പല രീതി മയോക്ലോണിക് സീഷേഴ്സ് എന്ന് പറയുന്നുണ്ട്, കൈനറ്റിക് സീഷേഴ്സ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള സീഷേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അപസ്മാരമുണ്ട്. അപ്പം ആദ്യം നമ്മൾ ഇത് സീഷേഴ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. സീഷേഴ്സ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് മറ്റൊരു കണ്ടീഷൻ ഉണ്ട്, അതായത് സ്യൂഡോ സീഷേഴ്സ്. സീഷേഴ്സും സ്യൂഡോ സീഷേഴ്സും. സ്യൂഡോ സീഷേഴ്സ് എന്ന് വെച്ചാൽ അപസ്മാരം പോലെ അതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്, അത് ശരിക്കുള്ള അപസ്മാരമല്ല. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയണം. അപ്പം സാധാരണ സീഷേഴ്സിന്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കൈയും കാലിട്ട് അടിക്കുന്നു, കണ്ണിങ്ങനെ മുകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ സ്തംഭിച്ചിരിക്കുന്ന പോലെ ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥ, നമ്മൾ വായിക്കൂടെ ഇങ്ങനെ പത പോലെ വരുന്നു, നാക്ക് കടിക്കുന്നു, ചിലപ്പം അറിയാതെ യൂറിൻ പാസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ശരിക്കുള്ള സീഷേഴ്സ് അല്ലെങ്കിൽ അപസ്മാരത്തിന്റെ രോഗലക്ഷണം. സ്യൂഡോ സീഷേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാനസിക പ്രശ്നമാണ്. അത് പലപ്പോഴും മലിംഗറിംഗ് ആയിട്ട് നമുക്ക് കാണിക്കാം. ഇത്രയും ഇതുപോലെ തന്നെ കണ്ണും മുകളിലോട്ട് വെക്കുന്നതും വായിൽ പതപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇല്ലാത്തത് വെച്ച് കഴിഞ്ഞാൽ ഈ നാക്ക് കടിക്കുന്നത് അല്ലെങ്കിൽ അറിയാതെ ഈ യൂറിൻ പാസ് ചെയ്യുന്നതൊക്കെ ചിലപ്പം കണ്ടുവന്ന് വരുത്തി. അപസ്മാരത്തിൽ സാറിനെ നാക്ക് കടിക്കുന്നതും യൂറിൻ പോകുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അത് ശരിക്കുള്ള സീഷ്യസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം.